എല്ലാവരും കൊറോണയൊക്കെ ആയിട്ട് വീട്ടിൽ സേഫ് ആയിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രോ കുറച്ച് തരാം. ഞാൻ മാളവിക. ഞാൻ കേരളത്തിൽ തൃശ്ശൂർ ഗുരുവായൂരിൽ വരുന്നത്. ഇപ്പം ഞാൻ UK സെറ്റിൽഡാണ്. അപ്പോൾ എൻ്റെ ഇത് ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. ഇനിയും വീഡിയോസ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തരാം, ഏത് ടൈപ്പ് വീഡിയോസ് വേണോ എന്നുള്ളത്. അപ്പം ട്രാവൽ വ്ളോഗ്സ് ചെയ്യാം. നിങ്ങൾക്ക് UK റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതായിരിക്കും വീഡിയോസിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് പറഞ്ഞു. അപ്പോൾ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേട, സ്വീറ്റാണ്, പേടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പേട ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ബദാം ക്രഷ് ചെയ്തത്, പിസ്ത കുറച്ച് ക്രഷ് ചെയ്തത്, ഇത് 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 2 കപ്പ് പാൽപ്പൊടി, പിന്നെ ഇത് പാല്, അത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല, അപ്പോൾ ഞാൻ അതെങ്ങനെ വെച്ചേക്കുക. പിന്നെ ഇത് നമ്മുടെ ഏലക്കായ ഞാനത് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. പാൻ ചൂടായിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് ഞാൻ എടുത്തേക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കുക. പാലിങ്ങനെ ചൂടായി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച്. ഈ ടൈമില് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ അത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാര മുഴുവൻ ഇതിനകത്ത് അലിഞ്ചാകണം, അതായത് ഡിസോൾവ് ആവണം കംപ്ലീറ്റ് ആയിട്ട്. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട്. നന്നായിരുന്നു അലിഞ്ഞോട്ടെ. നമുക്ക് സ്റ്റൗവിൻ്റെ തീ ഒന്ന് നന്നായി കുറച്ച് വെക്കണം, നല്ല സ്ലിമിൽ വെക്കണം. ഇത് നന്നായി ഇളക്കട്ടെ, നന്നായിട്ട് അതൊന്ന് അലിഞ്ഞ് വരട്ടെ. അത് അലിയാനുള്ള കുറച്ച് സമയം നമുക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞൊക്കെ ശരിയായിട്ടുണ്ട്. ഈ ഒരു പരുവമായിരിക്കും നമ്മുടെ ലാസ്റ്റ്. നമുക്കിതിലേക്ക് സ്റ്റൗ നല്ലപോലെ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന 2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, നേരത്തെ ഇട്ട് വെച്ചേക്കുന്ന പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഇതിനെ ഇതിലേക്ക് ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കാം. ഇത് നല്ലപോലെ സ്മാഷായി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പേടയുടെ ഓൾമോസ്റ്റ് പരുവായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ സ്മാഷ് ചെയ്യണം. ഒരു ഇങ്ങനെ തരിതരി ഒന്നും എനിക്കിവിടെ കുറച്ച് തരിതരിയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത്ര തരിതരിയൊന്നും വരാൻ പാടില്ല. നല്ലപോലെ സ്മാഷ് ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടാണ് സ്മാഷ് ചെയ്യാനായിട്ട്. നല്ലപോലെ സ്മാഷ് ചെയ്യുക. സ്മാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഏലക്കായ ഇടേണ്ട പരുവത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏലക്കായ പൊടിച്ച് വെച്ചത് ഇതിലോട്ട് ഇടാൻ പോവാം. അപ്പോൾ ഏലക്കായ സ്മാഷ് ചെയ്തത് ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും സ്മാഷ് ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചൊക്കെ അപ്പം നമ്മളിങ്ങനെ നല്ലപോലെ സ്മാഷൊക്കെ ചെയ്ത് സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എന്താ ചെയ്യാൻ നോക്കാം. 2 മിനിറ്റ് ചൂടാറാൻ വയ്ക്കുക. ചൂടാറുന്നതിൻ്റെ ഒപ്പം ഇതൊന്ന് സ്മാഷ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റിഫായി കിട്ടും.
അപ്പോൾ നമുക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ, ഞാൻ നെയ്യോ യൂസ് ചെയ്യുന്നത്, പറഞ്ഞ നേരത്തെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ നെയ്യോ യൂസ് ചെയ്യുന്നത്. ഓയിലോ നെയ്യോ കയ്യിൽ പരത്തിയിട്ട് നമുക്ക് ഇതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പേടയുടെ. അപ്പം ഞാനിതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പിസ്ത, 1-2 പിസ്ത, 1-2 ബദാം, അതൊക്കെ വെച്ച് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേട റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കുക. ദിവാലിക്കൊക്കെ സ്വീറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും വീഡിയോസ് ചെയ്യുമ്പോൾ, പുതിയ വീഡിയോസ് വരുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്താ, പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.